ഹരിക്കും രവിക്കും ചെറുപ്രായത്തിൽ ഒരു ഇൻസിഡന്റ് പറ്റിയിട്ടുണ്ടോ? We got trekking. Hari was lost for the whole day from the radar. And Ravi was the one to realize it first. And he really cried. ഏതോ ഒരു റെയർ ബട്ടർഫ്ലൈയെ കണ്ടെന്നും അതിന്റെ പുറകെ പോയെന്നുമാണ് ഹരി പറഞ്ഞത്. And Ravi was the one who really cried inconsolably. കരഞ്ഞു എന്ന് പറഞ്ഞാൽ he went totally out of control. He curled up on the rock. എനിക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. ഈ ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ കരയുന്നുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഗാർഡ്സ് ഹരിയെ ഞങ്ങൾക്ക് മുമ്പിൽ കൊണ്ടു നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് ഹരിയെ മാത്രമല്ല രവിയെ കൂടെയായിരുന്നു. Now, let's leave all that. Can you tell me about your sons? Hari was a bit reserved and inwardly. Compared to Ravi, who was flamboyant and outgoing. ഇതല്ലാതെ മറ്റു യാതൊരു വ്യത്യാസവും ഇല്ലെന്ന് തന്നെ പറയാം. ചിലപ്പോൾ തോന്നും രണ്ടുപേർക്കും കൂടി ഒരു പേഴ്സണാലിറ്റി ആണെന്ന്. എനിക്കാകെ ഒരു കുട്ടിയേ ഉള്ളൂന്ന്. ആദ്യമൊക്കെ രസമായിരുന്നു, പിന്നെ പേടിയായി. അങ്ങനെ പോയാൽ അവർക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് തോന്നി. അതുകൊണ്ട് രവിയെ മണിപ്പാലിലുള്ള എൻ്റെ വൈഫിൻ്റെ ബ്രദറിൻ്റെ കൂടെ നിർത്തി. ഹരിയെ ഇവിടെ എൻ്റെ കൂടെയും. രവി വാസ് ബ്രോട്ട് അപ്പ് ഇൻ എ വെരി ലിബറൽ ആംബിയൻസ്. പാമ്പേർഡ്. അവൻ അവിടെ തന്നെ എഞ്ചിനീയറിംഗിൽ ചേർന്നു. ഹരി ഇവിടെ മെഡിസിനും. Hari was more like me. Well-read, disciplined, well-mannered, gentle. Such a gentle guy. Doctor. Take it easy, Mr. Pillai. രവി ഒരിക്കലും എന്നോട് ക്ലോസ് ആയിരുന്നില്ല. ചെറുപ്രായത്തിൽ അവരെ വേർപെടുത്തിയതിൽ എന്നോട് അവൻ എന്തോ ദേഷ്യമുള്ളതുപോലെ ആയിരുന്നു. രവി ഓൾവേസ് took Hari for a father figure. I think I should speak to your wife, അവരുടെ അമ്മയോട്. No one can lead me to their minds better than their mother, right? അവർക്കിടയിൽ രഹസ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി എനിക്കോ അവരുടെ അച്ഛനോ ഒന്നും അറിയില്ല. ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മയുള്ളത്, അമ്മേ, ഇതിനകത്ത് എന്താണെന്നറിയോ? ചില ടോപ്പ് സീക്രട്ട് ക്ലാസിഫൈഡ് ഫോർ യുവർ ഐസ് ഓൺലി ഇൻഫർമേഷൻ. You want to see? Hey, no. What the hell? ഇതിനകത്താ ഫുൾ സീക്രട്സ്. ഇതിനകത്താ. One love story. ഒന്നുമില്ല. അവൻ പ്രേമയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ചിലർ പറയും കാർമിക്. Maybe it's because I've never felt this kind of attraction towards anyone else. I miss him. It's terrible. When did you meet him?
I mean, what were the, the first vibes like? ಕ್ಲೋಸ್ ಮಾಡಿ. ಸರ್, ಅವ್ರ ತಾಯಿ ನೋಡ್ಬೇಡ್ವಾ? ಬೇಡ, ಇದವ್ರು ನೋಡಬೇಡ. We will bury him tonight. ഇളിച്ച് കിടക കൈ ആകെ. അതുപോലെ തന്നെ രവിയുടെ മാനസികാവസ്ഥ രവിക്ക് മുമ്പിലുള്ള ചാലഞ്ചസിനോടുള്ള പ്രതികരണമാണ്. രവിക്ക് ഹരിയുടെ മരണം താങ്ങാനാവുന്നില്ല. എന്നുവെച്ചാൽ ഹരി മരിച്ചാൽ രവിയും മരിച്ചേ പറ്റൂ. അപ്പോൾ ഹരി മരിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ രവിയുടെ ഉപബോധം ശ്രമിക്കുകയാണ്. മരിക്കാൻ ആഗ്രഹമില്ല. അതുകൊണ്ടാണ് മനസ്സ് ഇങ്ങനെ ചില വഴികൾ കണ്ടെത്തുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻസ്പെക്ടർ. നൈസ് മീറ്റിംഗ് യു. ഇയാളുടെ പേരിലൊരു അന്വേഷണമുണ്ട്. ഷുവർ. ഇയാൾ എൻ്റെ പേഷ്യൻ്റ്. ക്ലിനിക്കിലേക്ക് വരൂ, നമുക്ക് സംസാരിക്കാം. സംസാരിക്കാനല്ല വരുന്നത്, അറസ്റ്റ് ചെയ്യാനാണ്. വൈ? വാട്ട് ഫോർ? ഈ അറ്റംപ്റ്റഡ് സൂയിസൈഡ്. യു ഹാവ് എനി എവിഡൻസ് ഫോർ ദാറ്റ്? തെളിവ് വല്ലതും ഉണ്ടോ? വെളുപ്പിന് 2:30 മണിക്ക് വർക്ക് സൈറ്റിൽ പോയി കെട്ടിടത്തിന്റെ മുകളിൽ കയറി. അയാൾ രാത്രിയിൽ നടക്കുന്ന അസുഖമുള്ള ആളാ. ഞാൻ അതിനു വേണ്ടിയാ അയാളെ ചികിത്സിക്കുന്നത്. He is not normal. The drugs he is using are so. Hey, now should you be telling me what the drug reports are? അതോ ഞാനാണോ പറയേണ്ടത്? Doctor, please understand. ഇയാൾ ഒരു മാനസിക രോഗിയാണ്. ഇയാൾ എന്ത് ചെയ്യും? He is dangerous. You know, looking at you, what I think? എനിക്ക് തോന്നുന്നത് താങ്കൾക്കാണ് എന്തോ അസുഖമുള്ളതെന്ന്. യു സീം റിയലി അൺസ്റ്റേബിൾ. ഈ ഒബ്സഷൻ ഉണ്ടല്ലോ, ഇത് എന്തിനെയോ, ഇതിന് പിന്നിൽ എന്തോ ഉണ്ട്.